പിന്നെ മൂന്നാം ദിവസം ഞങ്ങൾ പോയത് ഹൈലാൻഡിൻ്റെ തന്നെ മറ്റൊരു സൈഡിലേക്കാണ്. ഇതാണ് ഗ്ലെൻകോയ്. കണ്ടോ, മലനിരകൾ മുറിച്ച് കിടക്കുന്ന ട്രെയിനൊക്കെ ആയിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു മെയിൻ അട്രാക്ഷനാണ് ഇതായി കാണുന്നത്. ത്രീ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ 3 മലനിരകൾ കൂടി ചേരുന്ന ഒരു ഏരിയയാണ് ത്രീ സിസ്റ്റേഴ്സ്. അവിടെ ഇറങ്ങി നിന്ന് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിരിയാൻ നല്ല രസമാണ്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഗ്ലെൻകോയ് വില്ലേജിലേക്ക് കയറും. ശരിക്കും സ്കോട്ട്ലൻഡിലെ ഒരു ക്രൗൺ എന്ന് പറയുന്ന ഒരു വില്ലേജാണ് ഈ ഗ്ലെൻകോയ് എന്ന് പറയുന്നത്. അത്ര ഭംഗിയാണ് കാണാൻ, കണ്ടില്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പടം വരച്ച് വെച്ച പോലെയുള്ള വീടുകളും മറ്റേ സൈഡാണെങ്കിലോ നല്ല പരന്ന് കിടക്കുന്ന തടാകവും. അത്ര നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഡെസ്റ്റിനേഷനിലെത്തി. ഈ ബ്ലൂബെൽസ് വിരിഞ്ഞിരിക്കുന്ന ഈ ഒരു നടപ്പാതയിലൂടെ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ സൈഡിലൂടെ നല്ലൊരു തടാകം ഒഴുകുന്നുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. നല്ല ഉരുളൻ കല്ലുകളൊക്കെ ആയിട്ട് നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റിയ സ്ഥലമുണ്ട്. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നത് ദാ ഈ ബ്രിഡ്ജ് കാണാനായിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതേതാണെന്നുള്ളത്. ഇത് തന്നെയാണ് ആ ഹാരി പോട്ടർ ബ്രിഡ്ജ്, ഗ്ലെൻഫിനാൻ വയാഡക്റ്റ്. അപ്പോൾ ഇതിലെയാണ് ആ സിനിമയിൽ ആ ട്രെയിൻ ഓടിക്കൊണ്ടിരുന്ന സ്ഥലം. ആ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള അവസരം നമുക്കിവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയന്ന് ആ ട്രെയിൻ അവൈലബിൾ അല്ലായിരുന്നു. അല്ലാതെ നോർമലായിട്ടുള്ള ട്രെയിനും ഈ ഒരു വഴിയിലൂടെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവരെ ടാറ്റയൊക്കെ കാണിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ നല്ല ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫുൾ ഡേ വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. കാരണം നേച്ചർ അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് പറയാം. അത്ര ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ കല്ലിൽ അടുപ്പൊക്കെ കൂട്ടി കുറച്ച് മുട്ടയൊക്കെ പൊരിച്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അവിടെ ഇരുന്ന് കളിച്ചിരിയും വർത്താനവും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് കുറേ സമയം പോയി. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിറങ്ങി കളിക്കാനുള്ള അവസരവും കിട്ടി. അതുകൊണ്ട് അവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഭയങ്കര എന്താ പറയുക റിലാക്സിങ് ആയിട്ടുള്ളൊരു ദിവസമായിട്ട് ഞങ്ങളവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ബെൻ നെവിസ് എന്ന് പറഞ്ഞൊരു മൗണ്ടൻ ഉണ്ട്. ആ മൗണ്ടൻ ഞങ്ങൾ പണ്ടൊരിക്കൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടെ പോയില്ല. പക്ഷേ അതിനടുത്ത് തന്നെ ഫിഷിംഗ് ഒക്കെ ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫിഷിങ്ങിന് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഏതാണെങ്കിലും വീട്ടിലേക്ക് പോകല്ലേ, എന്നാൽ പിന്നെ ഒരു 5 കിലോ മീനൊക്കെ പിടിച്ചിട്ട് പോകാം എന്നോർത്ത് ചേട്ടന്മാരിതാ ചൂണ്ടേറിയൊക്കെ ചെയ്തു. പക്ഷേ മരുന്നിന് പോലും ഒരാളെപ്പോലും കിട്ടിയില്ല കേട്ടോ. കാരണം ഭയങ്കര കാറ്റായിരുന്നു. ഫിഷിങ്ങിന് പറ്റിയൊരു ക്ലൈമറ്റ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊന്നും കിട്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ലക്കിയായിരിക്കും. ഇനിയും ഒന്നും അല്ലെങ്കിലും അവിടുത്തെ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. നിറമുള്ള കുറേ ഓർമ്മകളും ഭംഗിയുള്ള കുറേ ചിത്രങ്ങളുമായിട്ട് ഞങ്ങളുടെ ഡേ 3 ഓഫ് സ്കോട്ട്ലൻഡ് ട്രിപ്പ് ഇതാണ്. അപ്പോൾ ഡേ 1 ഡേ 2 ഒക്കെ ഈ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. സ്കോട്ട്ലൻഡ് പോകുന്നവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ആണിത്. കാരണം ഇപ്പോൾ ഒരു സമ്മർ ടൈം ആണല്ലോ. അപ്പോൾ എല്ലാവരും സ്കോട്ട്ലൻഡൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, എവിടേക്കാണ് പോകുന്നതെന്ന് ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് പറ്റിയൊരു വീഡിയോ ആണ്. ഇതെല്ലാം നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമെന്നും ഷെയർ ചെയ്യുമെന്നും ലൈക്ക് ചെയ്യുമെന്നും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈക്കാണ് ഇനി അങ്ങോട്ടുള്ള പ്രോത്സാഹനം. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ.